നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയെയും വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതി. ആലുവ മാറമ്പള്ളിയിലാണ് സംഭവം. ആലുവ മാറമ്പള്ളി സ്വദേശി അബൂബക്കറും ഭാര്യയുമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. മാറമ്പള്ളി മഞ്ഞയിൽ വീട്ടിൽ അബൂബക്കറും ഭാര്യ സൗജത്തുമാണ് തടീറ്റപ്പറമ്പ് പോലീസിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരിക്കുന്നത്. 18 വർഷത്തോളമായി വിദേശത്തായിരുന്നു അബൂബക്കർ. ഭാര്യ മരിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം വീണ്ടും വിവാഹിതനായി. എന്നാൽ മക്കൾക്ക് ഈ ഒരു വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. മകളും മരുമകനും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി തല്ലി പുറത്താക്കിയെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിദേശത്തെ ജോലി കൊണ്ട് താൻ സമ്പാദിച്ച വീട്ടിൽ നിന്നാണ് മകളും മരുമകനും തന്നെ ഇറക്കി വിട്ടതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അബൂബക്കറും ഭാര്യയും നിലവിൽ ആശുപത്രിയിലാണ്. ഇരുവരുടെയും പരാതി കിട്ടിയതായി തടീറ്റപ്പറമ്പ് പോലീസ് അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മകളോടും മരുമകനോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈയിടയ്ക്കായിരുന്നു വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അയിരൂർ സ്വദേശികളായ സദാശിവൻ, ഭാര്യ സുഷമ്മ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത്. അയിരൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ സിജി ഗേറ്റ് തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസ് മതിൽ ചാടിക്കടന്ന് മകളോട് സംസാരിച്ചു. പക്ഷേ അവരെ അകത്ത് കയറ്റാൻ മകൾ തയ്യാറായില്ല. മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത് 2ാം തവണയാണ് എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ അന്ന് പ്രതികരിച്ചത്. സബ് കളക്ടർ മുമ്പാകെ രക്ഷിതാക്കളും മകളും എത്തിയിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾക്ക് ആ വീട്ടിൽ താമസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ മകൾ ആദ്യമേ വീട്ടിലെത്തി അകത്ത് കയറി ഗേറ്റ് പൂട്ടി. എന്തായാലും സബ് കളക്ടറുടെ ഉത്തരവിനനുസൃതമായിട്ട് ഈ വഴിയാധാരമായ മാതാപിതാക്കൾക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്ത് ഇത് സംബന്ധിച്ച സബ് കളക്ടറുടെ ഉത്തരവ് വൃദ്ധ ദമ്പതികൾക്ക് കിട്ടിയതോടെയാണ് ഇവർ വീട്ടിൽ മടങ്ങിയെത്തിയത്. താക്കോൽ വാങ്ങി വീടിനുള്ളിൽ കയറിയെങ്കിലും അവിടെ താമസം തുടരുന്നില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് അയിരൂർ പോലീസിന് കിട്ടിയ സബ് കളക്ടർ ഉത്തരവിൻ്റെ പകർപ്പുമായി സാമൂഹിക നീതി ഓഫീസർ അയിരൂരിലെ വൃന്ദാവനം വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു. മന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥരും വൃദ്ധ ദമ്പതികളെ കണ്ട് നിജസ്ഥിതികൾ ചോദിച്ചറിഞ്ഞു. കളക്ടറുടെ ഉത്തരവിൽ പറയുന്ന വിശദാംശങ്ങൾ വൃദ്ധ ദമ്പതികളെ പറഞ്ഞ് മനസ്സിലാക്കി. മാതാപിതാക്കൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരൂർ വൃന്ദാവനം വീട്ടിൽ തുടർന്നും താമസിക്കാമെന്നും ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എല്ലാ മാസവും 10ാം തീയതിക്ക് മുൻപായി 10,000 രൂപ 3 മക്കളും തുല്യമായിട്ട് മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. മരുന്ന്, ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് ചെലവാകുന്ന തുക മക്കൾ 3 പേരും തുല്യമായി ലഭ്യമാക്കി സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കണം. ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ എന്നിവ മക്കൾ എല്ലാവരും കൂടെ തുല്യമായി ലഭ്യമാക്കണം. ഇറക്കിവിട്ട് അയിരൂരിലെ വീട്ടിൽ തന്നെ താമസം ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. മാതാപിതാക്കളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അയിരൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ അന്വേഷണത്തെ തുടർന്നായിരുന്നു ഇടപെടലുണ്ടായത്. മാതാപിതാക്കളെ പുറത്താക്കിയതിന് മകൾക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ വൃദ്ധ ദമ്പതികൾ പ്രതികരിച്ചിരുന്നു. വർക്കല അയിരൂരിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി മകൾ ഗേറ്റ് അടച്ച സംഭവത്തിൽ വളരെ വൈകാരികമായ പ്രതികരണമാണ് വൃദ്ധ ദമ്പതികൾ നടത്തിയത്. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മക്കൾക്ക് വേണ്ടാതായെന്നും തങ്ങൾ നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് തങ്ങളെ ഇറക്കിവിട്ടതെന്നും മാതാപിതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. മകൾക്ക് 35 ലക്ഷം രൂപ നൽകിയിരുന്നു. അതുപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഞങ്ങളെ പുറത്താക്കിയത്. സബ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. വീട്ടിൽ താമസിക്കാൻ അനുവാദമില്ലെങ്കിൽ പണം തിരികെ നൽകണമെന്നായിരുന്നു വൃദ്ധ ദമ്പതികൾ ആവശ്യപ്പെട്ടത്. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ വേണ്ടാതായി. തങ്ങളുടെ ജീവിതം ഒരു പാഠമാണ്. മക്കൾക്ക് സ്വത്ത് നൽകി ആരും വഞ്ചിതരാകരുതെന്നും ഈ വൃദ്ധ ദമ്പതികൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ സംഭവം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഇത്തരത്തിലുള്ള സമാനമായൊരു സംഭവം പ്രവാസി ദമ്പതികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.